നമസ്കാരം. സഖാവ് കെ എൻ ഉണ്ണികൃഷ്ണൻ MLA കഴിഞ്ഞ ദിവസം ഒരു മാധ്യമത്തിൽ പറഞ്ഞ ഒരു വാചകമുണ്ട്. ഞങ്ങൾ കമ്മ്യൂണിസ്റ്റുകാർ രാവിലെ വീട് വിട്ടിറങ്ങുന്നത് വൈകുന്നേരം തിരിച്ചെത്തും എന്ന ഉറപ്പോടെ ഒന്നുമല്ല ഇരുന്നു എന്ന്. ഇപ്പോഴും അത് അങ്ങനെ തന്നെ ആണ് എന്നുമാണ് അദ്ദേഹം പറഞ്ഞത്. പണ്ടത്തെ കമ്മ്യൂണിസ്റ്റുകാർ അങ്ങനെയായിരുന്നു. ഇപ്പോഴും ആ അവസ്ഥയിൽ നിന്നും വലിയ മാറ്റമൊന്നുമില്ല. അതുകൊണ്ട് തന്നെ തനിക്കെതിരെ ഉണ്ടായ ഈ അപവാദ പ്രചരണങ്ങളിൽ യാതൊരു തളർച്ചയോ തകർച്ചയോ തനിക്കുണ്ടായിട്ടില്ല എന്നാണ് അദ്ദേഹം പറഞ്ഞത്. ആരാണ് ഈ കെ എൻ ഉണ്ണികൃഷ്ണൻ എന്നൊന്ന് അറിയുന്നത് നല്ലതാണ്. രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ഒരാൾ പെട്ടെന്ന് പൊട്ടിമുളച്ച് ടെലിവിഷൻ ചാനലുകളിൽ കയറിയിരുന്ന് വാർത്താമാധ്യമങ്ങളിലൊക്കെ ചാനൽ ചർച്ചകളിൽ നിരന്തരം പങ്കെടുത്ത് വാചക കസർത്ത് നടത്തി ടെലിവിഷൻ ചാനലിലൊക്കെ വരുമ്പോൾ ടെലിവിഷൻ താരമാണല്ലോ. ഇപ്പോൾ സീരിയലുകളിൽ വരുന്നവർ മാത്രമല്ല TV താരം, ചർച്ചകളിൽ വരുന്നവരും താരങ്ങളാണ്. അവരെ കണ്ടാലും സെൽഫി എടുക്കാൻ ആളുകൾ ഓടിക്കൂടും. അങ്ങനെ ഒരു കേരളമാണല്ലോ. പണ്ടൊന്നും നമുക്ക് ചിന്തിക്കാൻ കഴിയില്ല ഒരു സിനിമാ നടൻ ഇവിടെ നിന്ന്, വെറും ഒരു സിനിമാ നടൻ ഇവിടെ നിന്ന് ജയിച്ച് നിയമസഭയിലോ പാർലമെൻറ്റിലോ ഒക്കെ എത്തുമെന്ന്. പ്രേം നസീർ വരെ രാഷ്ട്രീയത്തിൽ വന്ന ഒരു കേരളമാണ്. തമിഴ്നാടിനെ നമ്മളങ്ങനെ പരിഹസിച്ചിട്ടുണ്ട്. പക്ഷേ ഇവിടെ ഇപ്പോൾ സ്ഥിതിഗതികൾ മാറി. മലയാളിയുടെ സ്വഭാവം മാറി. താരപരിവേഷങ്ങൾക്ക് പിന്നാലെയാണ് കുറേ ആളുകൾ. അതുകൊണ്ടാണല്ലോ രാഹുൽ മാങ്കൂട്ടത്തിനെ പോലെ ടെലിവിഷനിൽ മാത്രം വാചക കസർത്തടിച്ചിരുന്ന ഒരാൾ നിയമസഭയിൽ എത്തേണ്ടി വരുന്നത്. അങ്ങനെ ചാനലുകളിലൂടെ വന്ന ഒരാൾ ജയിക്കുന്ന കേരളത്തിൽ യാതൊരു രാഷ്ട്രീയ പാരമ്പര്യവുമില്ല, യാതൊരു പൊതുപ്രവർത്തന പരിചയവും ഇല്ലാത്ത ഒരാളാണ് അയാൾ. അങ്ങനെ ഒരുപാട് പേർ കോൺഗ്രസ് രാഷ്ട്രീയത്തിൽ വരുന്നുണ്ട്. എന്നാൽ കമ്മ്യൂണിസ്റ്റ് പാർട്ടികളിൽ അത് അങ്ങനെ അല്ല. അവർ കടന്നു വന്ന നാൾവഴികൾ, പ്രവർത്തന രീതികൾ, ഇതൊക്കെ പിന്നിട്ട പാതകൾ, ഇതൊക്കെ നിങ്ങൾ അറിയേണ്ടതുണ്ട്, മനസ്സിലാക്കേണ്ടതുണ്ട്. പോയ തലമുറയ്ക്ക് അതൊക്കെ കുറേയൊക്കെ അറിയാം. പക്ഷെ ഇപ്പോഴത്തെ ആളുകൾക്ക് അതൊന്നും അത്ര ബോധ്യമില്ല. അതാണ് ആരാണ് കെ എൻ ഉണ്ണികൃഷ്ണൻ എന്ന് മനസ്സിലാക്കണം എന്ന് പറഞ്ഞു തുടങ്ങിയത്. കെ എൻ ഉണ്ണികൃഷ്ണൻ വലിയ ഒരു പൊതുപ്രവർത്തന, രാഷ്ട്രീയ പ്രവർത്തന പരിചയമുള്ള ഒരു വ്യക്തിയാണ്. വിദ്യാർത്ഥി രാഷ്ട്രീയത്തിലൂടെ കടന്നു വന്ന് യുവജന പ്രസ്ഥാനത്തിൽ പ്രവർത്തിച്ച് യുവജന രാഷ്ട്രീയത്തിൽ എറണാകുളത്ത് നിറഞ്ഞു നിന്ന് അതിനുശേഷം തൊഴിലാളി പ്രവർത്തനം നടത്തി. പിന്നെ CPIM-ൻ്റെ ഏരിയ കമ്മിറ്റി അംഗമാവുകയും CPIM-ൻ്റെ എറണാകുളത്തെ ഏരിയ സെക്രട്ടറിയായി പ്രവർത്തിക്കുകയും ആ നിലയ്ക്ക് നഗരത്തിലാകെ നിറഞ്ഞു നിന്ന് ജനശ്രദ്ധ പിടിച്ചുപറ്റി പ്രവർത്തിച്ച വലിയ സംഘടനാശേഷിയുള്ള ഒരു പ്രവർത്തകൻ ആയിരുന്നു കെ എൻ ഉണ്ണികൃഷ്ണൻ. അങ്ങനെയുള്ള ഒരാളാണ് വൈപ്പിൻ മണ്ഡലത്തിൽ പോയി നിന്ന് ജയിച്ച് MLA ആകുന്നത്. അതിനു മുൻപ് യുവാവായിരുന്ന കെ എൻ ഉണ്ണികൃഷ്ണൻ കൊച്ചിൻ കോർപ്പറേഷനിലെ കടവന്ത്രയിൽ നിന്നുള്ള കൗൺസിലറായിരുന്നു. മികച്ച പ്രവർത്തനങ്ങൾ അവിടെ നടത്തിയിട്ടുണ്ട്. യുവജന നേതാവായിരുന്ന കാലത്ത് ഒരു കള്ളക്കേസിൽ പെടുത്തി ഒരു ഉന്നത പോലീസ് ഉദ്യോഗസ്ഥൻ്റെ താല്പര്യപ്രകാരം ഉണ്ണികൃഷ്ണനെ അറസ്റ്റ് ചെയ്തു. വെറുതെയുള്ള അറസ്റ്റല്ല. പാതിരാത്രിയിൽ ഉണ്ണികൃഷ്ണൻ്റെ വീട്ടിലേക്ക് കടന്നു ചെന്ന് പോലീസ് വണ്ടി ചെന്ന് ഹോണടിച്ച് കതകിൽ ആഞ്ഞടിച്ച് ശബ്ദമുണ്ടാക്കി അയാളുടെ അമ്മയുടെയും സഹോദരിമാരുടെയും മുന്നിൽ വെച്ച് നെഞ്ചിലിടിച്ച് വലിച്ചിഴച്ച് പോലീസ് വാനിലേക്കിട്ട് ചവിട്ടി അങ്ങനെ നിരന്തരം മർദ്ദിച്ച് അമ്മയും സഹോദരങ്ങളും വാവിട്ട് നിലവിളിക്കുകയാണ്. ഈ കഥ മുഴുവൻ അറിയുന്നയാളാണ് ഞാൻ. ഞങ്ങൾ ഒന്നിച്ച് സമകാലീന കാലത്ത് പ്രവർത്തിച്ചു തുടങ്ങിയ ആളുകളാണ്. ആ വണ്ടി പോലീസ് സ്റ്റേഷനിൽ എത്തും വരെ ഉണ്ണികൃഷ്ണനെ പോലീസുകാർ മർദ്ദിച്ചിട്ടുണ്ട്. ഇന്നാർക്കും ആ കഥയൊന്നും അറിയില്ല. സഖാവ് ഉണ്ണികൃഷ്ണൻ ഇതൊന്നും പറയാറുമില്ല. ലോക്കപ്പിലും അദ്ദേഹത്തെ മർദ്ദിച്ചു. അദ്ദേഹത്തിൻ്റെ ശരീരം പിന്നീട് പാർട്ടി കൂടി ഇടപെട്ടുകൊണ്ട് ആയുർവേദ ചികിത്സകൾ നടത്തി നല്ലവണ്ണം പുനരുജ്ജീവിപ്പിച്ച് എടുത്തതാണ്.
അതാണ് ആ യുവത്വം. അത് അത്ര പെട്ടെന്നൊന്നും വാടിപ്പോകുകയില്ല, അത്ര പെട്ടെന്നൊന്നും തകർന്നു പോവുകയുമില്ല. അങ്ങനെ കയ്യാമത്തെയും കാരാഗ്രഹത്തെയും പുല്ലായി കരുതി തന്നെ പ്രവർത്തിച്ച് ഉയർന്നു വന്നയാളാണ് സഖാവ് KN ഉണ്ണികൃഷ്ണൻ. എത്ര പേർക്ക് ഇതറിയാം, എത്ര പേർ ഇത് ഓർക്കുന്നുണ്ട്? ഇങ്ങനെ ഒരുപാട് സംഭവങ്ങൾ വിഭാഗീയതയുടെ കാലത്ത് നിരായുധനാക്കി KN ഉണ്ണികൃഷ്ണനെ മാറ്റി നിർത്തിയ ഒരു കാലമുണ്ട്. അത് എറണാകുളം ജില്ലയിലെ ഒരു വിഭാഗീയതയുടെ കാലമാണ്. കേരളത്തിലാകെയുള്ള ഒരു വിഭാഗീയതയുടെ കാലമാണ്. CPIM-നകത്തുണ്ടായിട്ടുള്ള ഈ വിഭാഗീയതയുടെ കാലത്ത് ഷാജഹാൻ എന്ന് പറയുന്നയാൾ എവിടെയായിരുന്നു എന്ന് ഒന്ന് ഓർക്കണം. അദ്ദേഹം VS അച്യുതാനന്ദൻ്റെ, സഖാവ് VSന്റെ സെക്രട്ടറി ആയിരുന്നു, പ്രൈവറ്റ് സെക്രട്ടറി ആയിരുന്നു, അഡീഷണൽ പ്രൈവറ്റ് സെക്രട്ടറി. ആ നിലയ്ക്ക് ഇരുന്നു കൊണ്ട് ഒരു കോക്കസിന്റെ ഭാഗമായി ഷാജഹാൻ മാറിയിരുന്നു. VS മാത്രമാണ് ശരി എന്ന് ഒരു ധാരണ കേരളീയ സമൂഹത്തിൽ ഉണ്ടാക്കുന്നതിൽ വലിയ പങ്ക് ഷാജഹാനുമുണ്ട്. പാർട്ടിയല്ല ശരി, VS ആണ് ശരി എന്ന പ്രചരണം ആകെ അഴിച്ചുവിട്ട ഒരു കാലം നമ്മൾ ഓർത്തെടുക്കുന്നത് നല്ലതാണ്. അന്ന് ഇതിനെയൊക്കെ ചെറുത്തു നിന്ന, VS അല്ല ശരി എന്നും പാർട്ടിയാണ് ശരി എന്നും പറഞ്ഞ, അങ്ങനെ ഉറച്ചു നിന്ന കുറേ ആളുകളിൽ, എറണാകുളത്തെ കുറേ ആളുകളിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആളായിരുന്നു സഖാവ് KN ഉണ്ണികൃഷ്ണൻ. അത് മറക്കാതിരിക്കാനാവില്ല. അതുകൊണ്ട് KN ഉണ്ണികൃഷ്ണൻ MLA-യെ പണ്ട് കാലം മുതലേ ഷാജഹാൻ അറിയാം. ഷാജഹാന്റെ കൂടി ശത്രുവാണ് KN ഉണ്ണികൃഷ്ണൻ. ഷാജഹാൻ ഇപ്പം ആരുമല്ല, വെട്ടിനിരത്തപ്പെട്ട ഒരാളാണ്. അയാളുടെ വൈരാഗ്യ ബുദ്ധി നിരന്തരം ഇങ്ങനെ പ്രവർത്തിച്ചു കൊണ്ടിരിക്കുകയാണ്. പാർട്ടിക്കെതിരെയാണ് അയാൾ. പാർട്ടിയെ തകർക്കുക എന്നതല്ലാതെ മറ്റൊരു ഉദ്ദേശവും ആ സാമൂഹ്യ വിരുദ്ധനില്ല. അയാളുടെ യൂട്യൂബ് ചാനലിൽ ഇരുന്നു കൊണ്ട് അയാൾ പറഞ്ഞ ഒരു കഥ, അതിനു മുമ്പ് ഒരു ചെറിയ പത്രത്തിൽ, വളരെ കുറച്ച് പ്രചാരമുള്ള ഒരു പത്രത്തിൽ തലയും വാലുമില്ലാതെ വന്ന വാർത്തയാണ് അയാൾ ഏറ്റുപിടിക്കുന്നത്. ഇങ്ങനെ ഒരു വാർത്ത വന്നു. ആ വാർത്തയിൽ ആരുടെയും പേരൊന്നുമില്ല, ചില സൂചനകൾ മാത്രമാണ്. ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ്, വാർത്ത എന്താണെന്നൊക്കെ ഇപ്പോൾ ആകെ ചർച്ച ചെയ്യപ്പെട്ട് കഴിഞ്ഞു. ആ വാർത്തയുടെ അടിസ്ഥാനത്തിലാണ് അയാൾ യൂട്യൂബ് ചാനലിൽ ഇരുന്നു കൊണ്ട്, അത് പഴയകാല മഞ്ഞപ്പത്രങ്ങൾക്ക് തുല്യമായ ഒരു യൂട്യൂബ് ചാനൽ, അതിലിരുന്നു കൊണ്ട് ലൈംഗികാപവാദം തട്ടിവിടുകയാണ്. അതാണ് കോൺഗ്രസിൻ്റെ സോഷ്യൽ മീഡിയ പ്രവർത്തകരെ ആകെ ഏറ്റുപിടിച്ചത്. കൊതുകിനുമുണ്ട് കൃമികടി. ഇവരെ വെട്ടിക്കിളിക്കൂട്ടം എന്നൊന്നും വിളിക്കാൻ പറ്റില്ല, ഇവർ കൊതുകുകളാണ്. കൊതുക് ബാറ്റ് കൊണ്ട് അടിച്ച് തെറിപ്പിച്ചു കൊണ്ടിരിക്കുകയാണ്. ഇപ്പോൾ അവർ തകർന്ന് തരിപ്പണമായിക്കൊണ്ടിരിക്കുകയാണ്. കൈപ്പത്തി നഷ്ടപ്പെടുകയാണ്. കൈപ്പത്തിയിൽ കയ്യിലിരുന്നു കൊണ്ട് ആ ബോംബ് പൊട്ടി. VD സതീശൻ പറഞ്ഞ ബോംബ്, കോൺഗ്രസ്സുകാർ പറഞ്ഞ ബോംബ്, ദാ വരുന്നു ഒരു ബോംബ്. സ്ത്രീയെ ഒരു ബോംബാക്കി മാറ്റുന്ന കേരളത്തിൽ ഇപ്പോൾ രാഷ്ട്രീയമൊന്നും ചർച്ച ചെയ്യപ്പെടുന്നില്ല. ഇവിടെ ആകെ ചർച്ച ചെയ്യപ്പെടുന്നത് ലൈംഗിക അപവാദങ്ങൾ മാത്രമാണ്. യാതൊരു പുരോഗമന പ്രവർത്തനങ്ങളെക്കുറിച്ചും ഇവിടെ ചർച്ച ചെയ്യുന്നില്ല. ഭാവി കേരളത്തെക്കുറിച്ച് ചർച്ചകളില്ല. ഉള്ളത് മുഴുവൻ ലൈംഗിക കഥകൾ. അത്തരത്തിൽ മലയാളി സമൂഹം അധപ്പതിച്ചു എന്നത് തന്നെയാണ് ഏറ്റവും വലിയ ദുരന്തം. ഇത്രയും പറഞ്ഞത്, രാഷ്ട്രീയ രംഗത്ത് ദീർഘകാലം പ്രവർത്തിച്ച് നിൽക്കുന്ന ആളുകളെ ലൈംഗിക കഥകൾ പടച്ചു വിട്ടുകൊണ്ട് തകർക്കാൻ ശ്രമിക്കുന്നത് ഒട്ടും അശാസ്യമല്ല. കേരള സമൂഹം അത് തിരിച്ചറിയുക തന്നെ ചെയ്യും, തിരിച്ച് ആഞ്ഞടിക്കുകയും ചെയ്യും എന്ന് ഓർമ്മിപ്പിക്കാനാണ്.